अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ അർജുനന്റെ തീർത്ഥയാത്രയെ പറ്റിയാണ്. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരാകയാൽ ആ പരസ്പര തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവർ ഒരു വ്യവസ്ഥയിൽ ഏർപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. നാരദമുനിയുടെ സാന്നിധ്യത്തിലാണ് അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചത്. പാഞ്ചാലി ആർക്കൊപ്പം തങ്ങിയാലും ആ സ്ഥലത്തേക്ക് മറ്റൊരാൾ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ പ്രവേശിക്കേണ്ടി വന്നാൽ 12 വർഷം ബ്രഹ്മചാരിയായിട്ട് കാട്ടിൽ കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു ബ്രാഹ്മണൻ തൻ്റെ പശുക്കളെ കള്ളന്മാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കൊട്ടാരത്തിലെത്തുകയും കരം പിരിക്കുന്ന രാജാവ് പ്രജകളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അങ്ങനെ വന്നില്ലെങ്കിൽ രാജാവ് പാപിയായി തീരുമെന്നും പറഞ്ഞു. രാജാവ് നീതി നടത്തുന്നില്ലെന്നും അതുകൊണ്ടാണ് കള്ളന്മാർ പെരുകിയതെന്നും ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങയുടെ പശുക്കളെ ഞാൻ വീണ്ടെടുത്തു തരും. കള്ളന്മാരെ അമർച്ച ചെയ്ത് അങ്ങയുടെ പശുക്കളെ ഞാൻ വീണ്ടെടുത്തു തരാം, അങ്ങ് സമാധാനപരമായിട്ട് പോകണം എന്ന് പറഞ്ഞ് അർജുനൻ ആയുധപ്പുരയിലേക്ക് പോയി. ആ സമയം പാഞ്ചാലി യുധിഷ്ഠിരനൊപ്പം തങ്ങുന്ന സമയമാണ്. അവരെ കടന്നു വേണം ആയുധപ്പുരയിലേക്ക് പോകാൻ. അവിടെ വന്നപ്പോൾ ഒരു സംശയം അർജുനന് തോന്നിയെങ്കിലും ധർമ്മ സംരക്ഷണമാണ് നല്ലത്, ശ്രേയസ്കരം എന്നുള്ളത് കൊണ്ട് അർജുനൻ പോയി ആയുധങ്ങൾ എടുക്കുകയും ആ കള്ളന്മാരെ നിഗ്രഹിച്ച് പശുക്കളെ ബ്രാഹ്മണന് വീണ്ടെടുത്തു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം യുധിഷ്ഠിരനെ സമീപിച്ച് 12 വർഷം ആ തീർത്ഥയാത്രയ്ക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞെങ്കിലും യുധിഷ്ഠിരന് അതിനോട് യോജിക്കാൻ പറ്റിയില്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അധർമ്മം പ്രവർത്തിച്ചിട്ടില്ല, നീ അകത്ത് വന്നത് എനിക്ക് പ്രിയമുള്ള കാര്യം ചെയ്യുവാനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അർജുനൻ അതിന് വഴങ്ങിയില്ല. അർജുനന്റെ നിർബന്ധം അനുസരിച്ച് യുധിഷ്ഠിരൻ അനുവാദം കൊടുക്കുകയും മറ്റുള്ളവർക്കും അത് സമ്മതിക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ പുറപ്പെട്ട അർജുനൻ ഗംഗാതീരത്തെ കുറച്ച് ദിവസം തങ്ങി. ഒരു ദിവസം ഗംഗയിലേക്ക് കുളിക്കാനിറങ്ങിയ അർജുനനെ ഒരു നാഗയുവതി വെള്ളത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവർ രണ്ടുപേരും കൂടി എത്തപ്പെട്ടത് നാഗലോകത്തായിരുന്നു. കുളിക്ക് ശേഷമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അർജുനൻ ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിച്ചു. എന്നെ കൊണ്ടുവന്നത് എന്തിനാണ് എന്നും ചോദിച്ചു. അവൾ പറഞ്ഞു, അങ്ങ് എത്തിച്ചേർന്നത്
നഗ ലോകത്താണ്. കൗരവ്യൻ എന്ന പന്നക രാജാവിൻ്റെ പുത്രിയാണ് ഞാൻ. കുളിക്കുവാൻ വേണ്ടി ആറ്റിൽ വന്ന സുന്ദരനായ അങ്ങയെ കണ്ട ഞാൻ കാമമോഹിതയായി തീർന്നു. അങ്ങനെ തൃപ്തിപ്പെടുത്തണം, ഞാൻ അതിനു വേണ്ടിയാണ് അങ്ങയെ കൊണ്ടുവന്നത്. താൻ 12 വർഷത്തേക്ക് ബ്രഹ്മചാരിയാണ് എന്നൊക്കെ അർജുനൻ പറഞ്ഞെങ്കിലും അവൾ വഴിപ്പെട്ടില്ല. ആ 12 വർഷം പാഞ്ചാലിയുമായിട്ടുള്ള ഏർപ്പാടിന് മാത്രമാണ് ഈ വ്യവസ്ഥ ബാധകമെന്നും മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിന് കുഴപ്പമില്ലെന്നും അവൾ പറഞ്ഞു. അങ്ങനെ ഉപേക്ഷിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ആർത്ത സംരക്ഷണം ക്ഷത്രിയ ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ മരണപ്പെടാതിരിക്കാൻ അങ്ങനെ രക്ഷിക്കണം, എനിക്ക് ആഗ്രഹം സാധിച്ചു തരണം. അവളുടെ വാക് സാമർഥ്യത്തിൽ പെട്ടുപോയ അർജുനൻ അവളൊപ്പം രാത്രി തങ്ങി. ജലജീവികളെ ജയിക്കുവാനുള്ള ഒരു വരം അവൾ അർജുനന് നൽകി. അടുത്ത ദിവസം അവൾ അർജുനെ ഗംഗാതീരത്ത് എത്തിച്ചു. അർജുനനെ അവളിലുണ്ടായ മകനാണ് ഇരാവൻ. അർജുനൻ മടങ്ങി വന്നപ്പോഴേ ഏവർക്കും സമാധാനമായി. അവർ പിന്നീട് അഗസ്ത്യവടം, വസിഷ്ഠഗിരി, ഭൃഗുശൃംഗം മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഗംഗാദ്വാരം വരെ പോയി. ആ പർവ്വതങ്ങളും കണ്ട് പുണ്യക്ഷേത്രങ്ങളും സന്ദർശിച്ച ശേഷം അവിടെ നിന്ന് കിഴക്കോട്ട് യാത്ര പുറപ്പെട്ടു. നൈമിശാരണ്യം, അമരന്ത, ഗയ, കാശി മുതലായ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം കലിംഗ രാജ്യത്തെത്തി. അവിടെ വെച്ച് ബ്രാഹ്മണരെല്ലാം മടങ്ങിപ്പോവുകയും കുറച്ച് അനുചരന്മാരോടുകൂടി അർജുനൻ യാത്ര പുറപ്പെടുകയും ചെയ്തു. മഹേന്ദ്ര പർവ്വതം കടന്ന് തെക്കോട്ട് യാത്ര ചെയ്ത അർജുനൻ മണിപുരത്തിൽ എത്തിച്ചേർന്നു. അന്നവിടെ ഭരിച്ചിരുന്നത് ചിത്രവാഹനായ രാജാവായിരുന്നു. അവന് ചിത്രാംഗത എന്നൊരു മകളും ഉണ്ടായിരുന്നു. യാദൃശ്ചികമായി അവളെ കാണാനിടയായ അർജുനൻ അവളിൽ മോഹപ്പെട്ടുപോയി. വളരെ താല്പര്യം തോന്നി. രാജാവിനോട് ആ വിവരം പറഞ്ഞപ്പോഴേ രാജാവ് അനുകൂലിക്കുകയുണ്ടായി. അവൾക്കൊപ്പം അവിടെ 3 വർഷം അർജുനൻ തങ്ങി. അവർക്ക് ബഭ്രുവാഹനൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി. അതിനുശേഷം യാത്ര തുടർന്ന അർജുനൻ ഉപേക്ഷിക്കപ്പെട്ട 5 തീർത്ഥങ്ങൾ കണ്ടു. ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണം അന്വേഷിച്ച അർജുനനോട് അവിടെ മുതലകളുടെ ശല്യമുണ്ട്, മുതല രൂപം ഉള്ളവരാണ് അതിലുള്ളത് എന്ന് പറഞ്ഞു. എല്ലാ തീർത്ഥങ്ങളിലും മുതലയുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അർജുനൻ ആ തീർത്ഥത്തിൽ കുളിക്കുവാൻ തയ്യാറായി. അർജുനൻ ആദ്യം സൗഭദ്രം എന്ന തീർത്ഥത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ആ മുതല വന്ന് കാലിൽ പിടികൂടി. പാർത്ഥൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് മുതലയെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. ഉടനെ ആ മുതല സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ കാണപ്പെട്ടു. അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം അർജുനൻ ആ സ്ത്രീയോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ദേവാരണ്യത്തിലെ താമസിക്കുന്ന വർഗ എന്നു പേരായ ഒരു അപ്സര സ്ത്രീയാണ്. എന്നൊപ്പം 4 സഖിമാരും ഉണ്ടായിരുന്നു. സൗമഭേയി, ഷമീജി, ബുൽബുല, ലത എന്നീ സഖിമാർ ആണ് കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ അവർക്കൊപ്പം ലോകപാലന്മാരുടെ ഗ്രഹത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണനെ കണ്ട് ഞങ്ങൾ കാമാതുരകളായി മാറി. അദ്ദേഹത്തിൻ്റെ തപസ്സിനെ വിഘ്നം വരുത്തുവാൻ ഞങ്ങൾ പല വിധത്തിലും പരിശ്രമിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ ശപിച്ചു. ഞങ്ങൾ മാപ്പപേക്ഷിച്ചപ്പോൾ അദ്ദേഹം, വീരനായ ഒരുവൻ നിന്നെ കരയ്ക്ക് ഇടുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു. കരയ്ക്ക് കയറുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്ന് ആ ബ്രാഹ്മണൻ പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ ആ നാരദമുനിയുടെ ഉപദേശമനുസരിച്ചാണ് 5 തീർത്ഥങ്ങളിലായിട്ട് തങ്ങിയത്. അന്ന് മുതലേ ഞങ്ങൾ വളരെ കാലമായി അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അഗസ്ത്യതീർത്ഥം, പൈലോമം, കാരന്ധമം, സുപ്രസന്നം എന്നീ തീർത്ഥങ്ങളിലെ എൻ്റെ സഖിമാര് മുതലയുടെ രൂപത്തിൽ തങ്ങുന്നുണ്ട്. അവർക്ക് കൂടി ശാപമോക്ഷം അങ്ങ് നൽകണം. എടുത്ത് കരയ്ക്കിട്ടാൽ രൂപം മാറിക്കൊള്ളും. അർജുനൻ എല്ലാവരെയും കരയ്ക്ക് കയറ്റി
അവർക്ക് മോക്ഷം ലഭിച്ചു. അവർ അർജുനനെ സ്തുതിച്ചു. അതിനുശേഷം അർജുനൻ തീർത്ഥശുദ്ധി വരുത്തിയ ശേഷം ചിത്രാംഗതയുടെ സമീപത്തേക്ക് പോയി. കുറച്ചു കാലം കൂടി അവിടെ തങ്ങിയ ശേഷം അവരോട് യാത്ര പറഞ്ഞ് അർജുനൻ വീണ്ടും തീർത്ഥയാത്രയ്ക്കായിട്ട് പുറപ്പെട്ടു. ആ ചിത്രാംഗതയുടെ സമീപത്തേക്ക് രണ്ടാമത് വന്നപ്പോഴാണ് ആ പുത്രൻ ഉണ്ടായത് എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റു പുസ്തകങ്ങളിലെ ആദ്യ കാലത്ത് തങ്ങിയപ്പോൾ തന്നെ പുത്രനുണ്ടായിട്ട് കാണുന്നുണ്ട്. അന്ന് 3 വർഷമാണ് തങ്ങിയത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ വന്നപ്പോഴും വളരെ കാലം അവിടെ തങ്ങിയതിന് ശേഷമാണ് അർജുനൻ വീണ്ടും പുറപ്പെട്ടത്. പശ്ചിമ സമുദ്ര തീരത്തു കൂടിയാണ് പിന്നീട് അർജുനൻ സഞ്ചരിച്ചത്. ആ യാത്രയിൽ പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച് പ്രഭാഷ തീർത്ഥത്തിൽ എത്തിച്ചേർന്നു. അതുവരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് വ്യാഖ്യാനം പറഞ്ഞത്. അവിടെ വെച്ച് ഉണ്ടായ സുഭദ്രയുമായിട്ടുള്ള വിവാഹത്തെ പറ്റിയാണ് ഇനിയും പറയാനുള്ളത്. അത് നമുക്ക് നാളെ മനസ്സിലാക്കാം. നേരായ മാർഗത്തിലുള്ള വിവാഹമല്ല, അപഹരിക്കലാണ് ഉണ്ടായത്. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നാളെ നോക്കാം. ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം വിഷ്ണവേ നമഃ. ഓം നാരായണായ നമഃ.